ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജിന്റെ വീട്ടിൽ ഇഡി പരിശോധന. ഡൽഹിയിലെ വീട്ടിലടക്കം 12 ഇടങ്ങളിലാണ് ഇഡി പരിശോധന നടക്കുന്നത്. മോദിയുടെ വ്യാജ സർട്ടിഫിക്കറ്റിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനാണ് ഇഡി പരിശോധനയെന്ന് ആം ആദ്മി ആരോപിച്ചു. कैसे सत्येन जैन के मामले में 3 साल तक उनको जेल में रखने के बाद सीबीआई ने कह दिया उनके खिलाफ कोई सबूत नहीं. एक झूठा केस सत्येन जैन पे बनाया. आम आदमी पार्टी के नेताओं पे लगातार झूठे केस बना बना के उनको जेल में डालना भारतीय जनता पार्टी मोदी सरकार की एक नीति बन गई. പി ആർ അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഇപ്പോഴത്തെ പരിശോധനയുടെ ഒരു പശ്ചാത്തലം എന്താണെന്നതിനെ കുറിച്ച് വിവരങ്ങളുണ്ടോ? നിഷാദ്, ആശുപത്രി നിർമ്മാണ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സൗരഭ് ഭരദ്വാജിന്റെ വസതിയിൽ ഇഡി പരിശോധന പുരോഗമിക്കുന്നത്. ഇഡി പറയുന്നത് 2018-19 കാലയളവിൽ സൗരഭ് ഭരദ്വാജ് ആം ആദ്മി പാർട്ടി ആരോഗ്യമന്ത്രിയായിരുന്നു ഡൽഹിയുടെ. ആ സമയത്ത് 24 ആശുപത്രികളുടെ നിർമ്മാണത്തിനായി ഏകദേശം 5600 കോടി രൂപ നൽകി. പക്ഷേ ആ പദ്ധതികൾ ഈ പണം അനുവദിച്ചിട്ട് പോലും അതിന്റെ നിർമ്മാണങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് കൃത്രിമമായ അഴിമതി നടന്നുവെന്നതാണ് ഇഡി ആരോപിക്കുന്നത്. ഏകദേശം 5600 കോടി നൽകിയെങ്കിലും കൃത്യമായി ഈ നിർമ്മാണ നടപടികൾ നടക്കാതെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഇഡി ആരോപിക്കുന്നു. 12 ഇടങ്ങളിൽ സൗരഭ് ഭരദ്വാജിന്റെ വസതിയടക്കം 12 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. മുൻ മന്ത്രി കൂടിയായിരുന്ന സത്യേന്ദ്ര ജെയിനും ഈ അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ഇഡി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുന്നുണ്ട്. പ്രധാനമായും നരേന്ദ്രമോദിയുടെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് വന്നിരുന്നു. അപ്പോൾ ഇതിൽ നിന്നടക്കം ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും സൗരഭ് ഭരദ്വാജ് ഈ കേസിൽ നിരപരാധിയാണ്. കാരണം സൗരഭ് ഭരദ്വാജിന്റെ കാലയളവിലല്ല ഇത്തരത്തിലൊരു ഈ അഴിമതി നടന്നു, അല്ലെങ്കിൽ ഇത്തരം ഒരു ഈ നിർമ്മാണ നടപടികൾ നടന്നതെന്നാണ് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.